അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഒന്നടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുക്കള തലേ ദിവസം രാവിലെ തന്നെ ഞാൻ കടലേക്ക് അങ്ങ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോഴത്തേക്ക് പിറ്റേന്ന് നന്നായിട്ട് കുതിർന്നിരിക്കും. ചില കടലകൾ നമ്മൾ രാത്രി കുതിർത്ത് വെച്ചാൽ അത് ഇതേ കണക്ക് പൊങ്ങി വരത്തില്ല. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടങ്ങ് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് അപ്പവും കടലക്കറിയാണേ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഇതിനകത്ത് കാണും. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് അതങ്ങ് കുക്കറിലോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 4-5 വിസിലായപ്പോഴത്തേക്കും കടലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ആദ്യം ഗ്രീൻ ടീ ഇട്ട് അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യും. എനിക്ക് ഇച്ചിരി ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടിങ്ങനെ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ ഇത് ബാക്കിയൊക്കെ പണിയൊക്കെ ചെയ്യാവേ. ഇതൊരു 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നേ. അപ്പോഴത്തേക്ക് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇന്നലെ അപ്പത്തിന് ആട്ടിക്കൊണ്ടുവന്ന മാവാ. അപ്പം ഞാൻ അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എടുക്കുമ്പോൾ മാത്രമേ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കത്തോളെ. ഇത് 2-3 ദിവസത്തേക്ക് എടുക്കാൻ പറ്റും. ഞാൻ അതൊന്ന് കലക്കി മാറ്റി വെക്കട്ടെ. അങ്ങനെ ആവശ്യത്തിനുള്ള മാവൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെക്കും കേട്ടോ. ഒന്നിച്ച് ഞാൻ സോഡാപ്പൊടി ഇട്ട് വെക്കത്തില്ല. അപ്പത്തിന്റെ ആയതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു പുളി കണക്ക് വരാറുണ്ടേ. തേങ്ങയൊക്കെ അരച്ചാണേ നമ്മൾ മില്ലിൽ കൊണ്ട് ആട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് 2 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പൊ മക്കളെ സ്കൂളിൽ വിടണമായിരുന്നു. തുമ്പി സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് സുഖമില്ലായിരുന്നു കേട്ടോ, പനിയായിരുന്നു. അപ്പൊ ഞാൻ ആൾക്കനുസരിച്ചുള്ള ഉച്ചക്കലത്തേക്കും കൂടെ മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയുള്ളത് അപ്പത്തിനുള്ള മാവൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഉപ്പും പഞ്ചസാരയും സോഡാപ്പൊടി ഇട്ട് കലക്കി ഒരു 1/2 മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചേക്കും. അപ്പോഴത്തേക്കും എന്റെ ഗ്രീൻ ടീക്കുള്ള ചൂടുവെള്ളവും കൂടെ റെഡി ആയിട്ടുണ്ടേ. എനിക്കാണെങ്കിൽ പഞ്ചസാര ഇല്ലാതൊന്നും പറ്റത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും മധുരം ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറച്ചാൽ മാത്രമേ ആ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. നമ്മൾ ഓവർ വെയിറ്റ് ആകുമ്പോൾ അറിയാമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നത്. ഇക്കാലത്തെ ഗ്രീൻ ടീ മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞപ്പം ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഇതല്ല ഞാൻ കുടിച്ചോണ്ടിരുന്നത് കേട്ടോ. ABT മേടിച്ചോണ്ട് വന്നു. പക്ഷെ നല്ല കടുപ്പം കേട്ടോ. ഇട്ടപ്പോഴേ നല്ല കടുപ്പമുണ്ട്. ഇത് കഴിക്കത്തില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു കേട്ടോ. വിചാരിച്ച് എനിക്ക് ഉള്ളത് കൊണ്ട് വരാം. ചൂടാറിയിട്ടേ കഴിക്കത്തോളെ, കുടിക്കത്തുള്ളൂ. ചൂടാറിയിട്ട് ശേഷം എനിക്ക് ചൂട് പറ്റത്തില്ല. മുമ്പൊക്കെ ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ കടലയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് തോനയിട്ട് വിസിലടുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ മസാലക്കൂട്ടൊക്കെ ചേർക്കുന്നത്. ഇപ്പം ഞാൻ നേരെ തിരിച്ചാട്ടോ ചെയ്യുന്നത്. ഇപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. അതിന് ശേഷമാണ് കടലയൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുന്നത്. ഇങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഈ സമയം കൊണ്ട് വിച്ചൂട്ടനാണെങ്കിൽ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ മദ്രസയിലോട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് കിച്ചു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചു വന്നപ്പോഴത്തേക്കും തുമ്പി ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാനും പോകുന്നില്ല ഉമ്മച്ചി, ഞാനും നിൽക്കട്ടെ, എനിക്ക് പനി വന്ന സമയത്ത് തുമ്പിയെ വിടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ ഇടയിൽ തന്നെ കുറച്ച് ആബ്സെന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം എന്താണെന്നറിയത്തില്ല, 2-3 മാസം കൊണ്ട് ഇവിടെ മക്കൾക്കും എനിക്കും ഇക്കാക്കും ഒക്കെ ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. അടുക്കളയിൽ മൊത്തം വന്നിരുന്ന് കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനെ ഞാൻ വീഡിയോ എടുക്കാൻ ഒന്നും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ എടുക്കണ്ട എന്നും പറഞ്ഞുള്ള ബഹളമായിരുന്നു. സാധാരണ ഞാനാണെങ്കിൽ വാതൊക്കെ കൊണ്ടുവന്ന് ആക്കുമ്പോഴത്തേക്കും എന്നെ നോക്കി ടാറ്റയൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാ. ഇന്നാണെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഓടി കയറി വണ്ടിയിലോട്ട് ഇരുന്ന് കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് ചെന്നപ്പോഴത്തേക്കും ആളങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വിഷമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നോട്ട്സ് പിന്നെയും നാളെയൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഭയങ്കര പാടാ. അടുത്താണെങ്കിൽ കിച്ചു പള്ളിയിൽ നിന്നൊക്കെ വന്ന് അവൻ ഒരുങ്ങി ഞാൻ അവനുള്ള ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടെ, കുറച്ചു നേരമൊക്കെ TV ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാൻ അവനുള്ള അപ്പം കൊടുത്തിട്ടപ്പം ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ നമുക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ എടുത്ത് പിന്നെ കൊടുക്കാനൊക്കെ. ഞാൻ പറഞ്ഞു മോനെ അവിടെ ഉള്ള മക്കൾക്കും കൂടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കൊടുക്കണേന്ന് പറഞ്ഞ് കുറച്ചധികം അപ്പവും വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറിയും തോനയും വെച്ചിട്ടുണ്ടായിരുന്നേ. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരും അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തുമ്പിയാണെങ്കിൽ ഈ നേരം വരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല.
കാരണം എന്ന് വെച്ചാൽ തലേന്ന് ഉറങ്ങിയതേ ഇല്ലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അവൾ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ, നമ്മളിപ്പം വിളിച്ചുണർത്തിയാൽ പിന്നെ അങ്ങ് മൂശട്ടെ ആയിരിക്കും കേട്ടോ, കരച്ചിലും നിർബന്ധമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് 2 അപ്പവും കടലക്കറിയൊക്കെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്ന്, നിർബന്ധം കേട്ടോ, പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇരിക്കണം, കൂടെ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ വാശികളുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഇക്ക മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാട്ടോ തേട് മീൻ. മുട്ടയുണ്ടെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. എല്ലാ മീനിനും ഇതുപോലെ വയറ് വീർത്തിരുന്നതാണേ. അപ്പം പിന്നെ എല്ലാം അങ്ങ് കണ്ടിച്ചങ്ങ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മുന്നേ ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മീൻ കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കല്ലേലൊന്നും ഉരയ്ക്കേണ്ട വന്നില്ല. അത് വെച്ച് 3-4 പ്രാവശ്യം ഒന്ന് ഉരച്ചപ്പോഴത്തേക്കും സംഭവമൊക്കെ അങ്ങ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മുട്ടയൊന്നും ഈ മീനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വെച്ച് കണ്ടിച്ചതെന്ന് വെച്ചാൽ വെളിയിൽ നല്ല മഴയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നല്ല ഇരുട്ടും കൂടെ ആയിരുന്നു. പിന്നെ അവിടെ വെച്ച് കണ്ടിച്ചതിന് ശേഷം അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉമ്മ പണ്ട് വെക്കുന്ന കണക്കാണ് കേട്ടോ ഇന്ന് ഞാൻ മുളകും പുളിയും, ഇവിടെ പുളിമുളക് എന്നൊക്കെ പറയും, അതുപോലെ വെക്കുന്നത്. ഞാൻ ഒന്നും വഴറ്റിയൊന്നും വെക്കുന്നില്ല. മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതങ്ങ് അരച്ചെടുക്കും. പിന്നെ വടക്കം പുളിയും തക്കാളിയും ഉപ്പും കറിവേപ്പില ഇട്ട് അതങ്ങ് വേവിക്കാൻ വെക്കും. നമ്മൾ മുട്ട കുറച്ചുണ്ടായിരുന്നുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും ഞാൻ വിചാരിച്ച് ഒരു തോരൻ കണക്ക് വെക്കാനേ. പിന്നെ കുറച്ച് വഴുതണങ്ങ ഉണ്ടായിരുന്നു, അതും അങ്ങ് പുതുതായിട്ട് അരിഞ്ഞു വെച്ച് അതും അങ്ങ് വിഴുക്ക് വരട്ടി വെച്ച്. അതും പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എണ്ണയ്ക്കകത്ത് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് സവാളയും വഴുതണങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചല്ല വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ അങ്ങ് ഇട്ട് എടുത്താൽ മതി കേട്ടോ. കൊണ്ടുവന്ന അത്രയും മീനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തലയും 2 മീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി മീൻ എടുത്തിണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻ മുട്ടയ്ക്കകത്ത് കുറച്ച് സവാളയും ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് വേവിക്കാൻ വെച്ച്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ തിരുമിയിട്ടപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ളൂ.